ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഓണം സെലിബ്രേഷൻ ആൻഡ് ഒരു നബിദിനം വ്ളോഗാണ്. നബിദിനം സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നബിദിനത്തിൻ്റെ പാട്ടും ഗാനമേളൊക്കെ നാളെ ആയിരിക്കും, കാരണം ഇന്ന് ഓണമല്ലോ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഓണം ആഘോഷിക്കണ്ടേ, അപ്പോൾ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ആന്റിമാർക്ക് വരുന്നുണ്ട്, അറിയില്ല, സദ്യ ഉണ്ടായിട്ടുണ്ട് രാത്രി. അപ്പോൾ ഞങ്ങളത് ചാവക്കാടെന്ന് സദ്യ കഴിച്ചിട്ടുള്ളൊരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ എന്താ, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഈ ആൻറ്റിമാർ വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റുന്തോറും ഞങ്ങൾ മമ്മാനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നത് വീട്ടിലേക്ക്. ഇവൻ്റെ പേരാണ് കേട്ടോ സ്വിതിൻ. ഞങ്ങളെല്ലാവരും കുടുന്ന് വിളിക്കുവനെ. പിന്നെ ഇവളുടെ പേര് ശ്രീയ എന്നാണ്, ഞങ്ങൾ ലൂട്ടിന്ന് വിളിക്കും. ഇവരൊക്കെ മമ്മയുടെ പണ്ടത്തെ ട്യൂഷൻ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോൾ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു സ്റ്റാർ ഫ്രൂട്ടൊക്കെ എന്നിട്ട് ഞങ്ങൾ കഴിച്ച് കുറേ ഇരുന്നിട്ട്. സ്റ്റാർ ഫ്രൂട്ട് കഴിച്ച ക്യാൻസറൊക്കെ എന്ന് പറയുന്നവർക്കൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അവർ പാലട പായസം വന്നിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കുഞ്ഞാവൻ എല്ലാവരും കളിപ്പിക്കുമായിരുന്നു. ഒരു ചെറിയ ഹെഡ് നോസ് ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഇക്കാക്കന്മാരെല്ലാവരും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു. കുറേ ഡിസ്കസ്സൊക്കെ ചെയ്യണ്ടായിരുന്നു. ഇവർക്ക് പിന്നെ അകത്തുള്ള കാര്യങ്ങളൊന്നും കേൾക്കും വേണ്ട, കാണാൻ വേണ്ട. പിന്നെ വാപ്പിച്ചിക്ക് പണ്ട് ബലൂൺ കിട്ടിയപ്പോൾ പൊട്ടിക്കും. അപ്പോൾ കുട്ടീനെ കാണിച്ച് പേടിപ്പിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരും സദ്യയുടെ ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സദ്യ വിളമ്പുമ്പം അത് വേറൊരു വൈബാണ്. പെട്ടെന്ന് കാര്യങ്ങളും കഴിയും. പിന്നെ ഈ സദ്യ എന്ന് പറഞ്ഞാൽ അത് എല്ലാ വീട്ടിൽ നിന്നും ഓരോരോ കറികളൊക്കെ ഇങ്ങനെ വെച്ച് നമ്മൾ ഒരുക്കുന്നൊരു സദ്യയാണ്. സോ കുറേ കറികളൊക്കെ ഉണ്ടായി. മാക്സിമം ഒരു 18-17 കറികൾ വരെ ഉണ്ട് കേട്ടോ. എല്ലാ കറികളും ഒന്നിനൊന്നിന് വെച്ചും ഞാനും ഈയൊക്കെ വിളമ്പായിരുന്നു. പിന്നെ എനിക്ക് അത്രയും വിളമ്പാനൊന്നും പറ്റില്ല, കാരണം എനിക്ക് വീഡിയോ എടുക്കുന്ന നേരം തന്നെ ഞാൻ അത്രയും വിളമ്പൊന്നുമില്ല. ബാക്കി എല്ലാവരും വിളമ്പി. ചാവക്കാടെന്ന് സദ്യ കഴിച്ചത് അത് ഓണത്തിന് മുമ്പായിരുന്നു. കാലടിയിൽ നിന്ന് കഴിക്കുന്നത് അത് ഓണത്തിൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഈ കറികളൊക്കെ ഉണ്ടാക്കാൻ മമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് തന്നെയായിരുന്നു നബിദിനം. സോ ഞങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് കുടി ഉയർത്തലും അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഘോഷയാത്ര. അപ്പോൾ രാവിലെ വന്നിട്ട് മമ്മാനെ ഹെൽപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സദ്യക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ബോയ്സ് എല്ലാവരും ആയിരുന്നു, കാരണം അവരായിരുന്നു ഫസ്റ്റ് ട്രിപ്പ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബോയ്സ് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു. എല്ലാവരും സന്തോഷത്തോടെ സദ്യ കഴിച്ചു. ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എല്ലാവരും സദ്യ കഴിച്ചതിന് ശേഷം പോയിട്ട് സാരിയൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ ഇടണമെന്ന്. അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു. കൂടെ ഞങ്ങൾ ഒന്നുമില്ലാതെ നമ്മുടെ പാരൻസിനെയും കൂടി എടുത്തിട്ട് സാരിയൊക്കെ എടുത്ത് ഇതിടുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് സാരി എടുപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ ഫാമിലി ഫോട്ടോസും അല്ലാണ്ട് സിംഗിൾ ഫോട്ടോസും പിന്നെ ഞങ്ങൾ പേരക്കുട്ടികൾ മാത്രമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഫുൾ ജില്ലായിരുന്നു ഞങ്ങൾ. അടിപൊളിയായിരുന്നു. അങ്ങനെ ആ പീരീഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഡ്രസ്സ് കഴിച്ച് സ്നാക്സ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഡ്രസ്സ് ഒന്ന് മാറ്റി നമ്മുടെ വീട്ടിലിരുന്ന ഡ്രസ്സ് കിട്ടുമ്പോഴത്തേനും ഒരു ആശ്വാസം. അങ്ങനെ രാത്രിത്തെ ഫുഡും കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും പോയി. ഞങ്ങൾക്ക് പിന്നെ ഇതോടെ കിട്ടിയതോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ മതി. അവനും പോയി. സുന്നത്തെ വീഡിയോ എത്തുള്ളൂ. ബൈ.